الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا إلا من تاب وآمن وعمل صالحا فأولئك يدخلون الجنة ولا يظلمون شيئا ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ളവരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഞങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവന്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിമായ ഏതൊരാളും നിർബന്ധമായി അനുഷ്ഠിക്കേണ്ട ഒരു ഇബാദത്താണ്, ആരാധനയാണ് നിത്യേന എന്നോണം 5 നേരത്തെ നമസ്കാരം. നമ്മുടെ ശരീരം കൊണ്ട് നാം നിർവഹിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണത്. ഒരു സത്യവിശ്വാസിയെയും അവിശ്വാസിയെയും വേർതിരിക്കുവാനുള്ള മാനദണ്ഡമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും നമസ്കാരമാണ്. അൽ അഹദുല്ലദീ ബൈനനാ വബൈനഹും അസ്സലാത്ത് ഫമൻ തറകഹ ഫഖദ് കഫർ. നമ്മുടെയും അവരുടെയും ഇടയിലുള്ള വേർതിരിവിന്റെ മാനദണ്ഡം നമസ്കാരമാണ്. അത് ആരുപേക്ഷിച്ചുവോ അയാൾ അവിശ്വാസിയായി, കാഫിറായി എന്ന് സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ശത്രുവിന്റെ കുത്തേറ്റ് കിടക്കുന്ന ഈ ലോകത്തോട് വിട പറയുന്ന അവസാന നിമിഷങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആ സന്ദർഭത്തിൽ അദ്ദേഹം സ്വഹാബത്തുമായി പല കാര്യങ്ങളും സംസാരിച്ച കൂട്ടത്തിൽ നമസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞൊരു കാര്യം,
ഫഖാല അജൽ ഇന്നഹു ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ അളാഅ അസ്സലാത്ത്. നമസ്കാരം ഒഴിവാക്കുന്ന ഒരാൾക്ക് ഇസ്ലാമിൽ യാതൊരു വിഹിതവുമില്ല, യാതൊരു സ്ഥാനവുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് പ്രസിദ്ധമാണ്. അതേപോലെ പരലോകത്ത് നമ്മുടെ കർമ്മങ്ങളുടെ കൂട്ടത്തിൽ പടച്ചവന്റെ ഹക്കുകളുമായി ബന്ധപ്പെട്ട് ആദ്യമായി ഹിസാബിന്, വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുക നമസ്കാരമാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. ഇന്ന അവ്വല മാ യുഹാസബുൻ നാസു ബിഹി യൗമൽ ഖിയാമ അസ്സലാത്ത്. സ്വബോധമുള്ള ഒരാൾക്കും ഒരു ഘട്ടത്തിലും ഒഴിവില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മെൻസസും പ്രസവവും ഒക്കെയായി ബന്ധപ്പെട്ട് ഒഴിവുണ്ട് എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ സ്വബോധമുണ്ടോ, വകതിരിവും വേർതിരിവുമുള്ള ബുദ്ധി നമുക്ക് നഷ്ടപ്പെടാത്ത അവസ്ഥയുണ്ടോ എങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്ത, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് ഞാൻ നിസ്കരിച്ചിട്ടില്ല എന്ന് ന്യായം പറയാൻ പറ്റുന്ന ഒരവസ്ഥ പോലുമില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ പണയപ്പെടുത്തിക്കൊണ്ട് ശത്രുക്കളോട് പോരാടുന്ന യോദ്ധാക്കൾക്ക് പോലും നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഒഴിവില്ല എന്നത് ഖുർആൻ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്ന സംഗതിയാണ്. എങ്ങനെയെങ്കിലും നമസ്കരിക്കാനല്ല, പരമാവധി ജമാഅത്തായി നമസ്കരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ നമസ്കരിക്കണം. അതിന്റെ വ്യത്യസ്ത രൂപം, വിവിധങ്ങളായ രീതികൾ ഖുർആനിലൂടെ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ ഫഇൻ ഖിഫ്തും ഫരിജാലൻ ഔ റുക്ബാന, ശത്രുക്കൾ അഭിമുഖമായി ഇന്നത്തേതിൽ നിന്ന് വ്യത്യസ്തമായി നടക്കുന്ന അന്നത്തെ പോരാട്ടങ്ങൾ, യുദ്ധമുറകൾ, രീതികൾ, ആ സന്ദർഭത്തിൽ ശത്രുവിന്റെ ആക്രമണത്തെ നിങ്ങൾ ഭയപ്പെടുന്ന ഘട്ടത്തിലാണെങ്കിൽ നിങ്ങൾ നടന്നുകൊണ്ടോ വാഹനപ്പുറത്തായിക്കൊണ്ടോ നമസ്കരിക്കണം. നമസ്കാരം അവിടെയും ഒഴിവില്ല എന്ന് പറയുമ്പോൾ അതിന്റെ പ്രാധാന്യം, ഇസ്ലാമിൽ എത്രത്തോളം സ്ഥാനമുണ്ട് എന്നും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ആ വാക്ക് എത്ര കണ്ട് അർത്ഥവത്താണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചെയ്യാത്തതിന്റെ പേരിൽ, ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാത്തതിന്റെ പേരിൽ ദീനിൽ നിന്ന് പോകുന്ന ഒരേ ഒരു കാര്യം നമസ്കാരമാണ് എന്ന് സ്വഹാബത്ത് പഠിപ്പിക്കുന്നു. വേറെ ഏതെങ്കിലും ഒന്ന് ചെയ്തില്ല എന്നതിന്റെ പേരിൽ മാത്രം ഒരാൾ കാഫറായി, ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദായി പോകുന്ന അവസ്ഥയില്ല. ഫർള് നിഷേധിച്ചാൽ അത് ഏത് കാര്യവും അങ്ങനെ തന്നെയാണ്. ഫർള് നമസ്കാരത്തിൻ്റെതാണെങ്കിലും നോമ്പിൻ്റെതാണെങ്കിലും ഹജ്ജിൻ്റെതാണെങ്കിലും സക്കാത്തിൻ്റെതാണെങ്കിലും അതൊന്നും ഫർദില്ല എന്നൊരാൾ പറഞ്ഞാൽ ആ ഫർദിയത്തിനെ നിഷേധിക്കുന്നതോടുകൂടി അള്ളാഹുവിന്റെ നിയമത്തെയും അള്ളാഹുവിന്റെ വിധിയെയും ഒരാൾ നിരാകരിക്കുകയും നിഷേധിക്കുകയും ചെയ്തതിലൂടെ അയാൾ കാഫറായി, നിഷേധിയായി പോകും. എന്നാൽ ഒരു കാര്യം അള്ളാഹ് ചെയ്യണമെന്ന് പറഞ്ഞത് അലസത കൊണ്ട്, മടി കൊണ്ട് ഒരാൾ ഫർളൊക്കെയാണ് എന്നറിയാം, പക്ഷേ അതങ്ങനെ നിസ്സാരമായി, സില്ലിയായി അങ്ങനെ അങ്ങ് അവഗണിച്ചു കളഞ്ഞാൽ അത് നമസ്കാരത്തിന്റെ കാര്യത്തിൽ അതിലൂടെ അയാൾ കാഫറായി, മുർത്തദ്ദായി പോകുമെന്നാണ് സ്വഹാബത്ത് പറഞ്ഞത്. അബ്ദുല്ലാഹ് ഇബ്നു ഷഖീഖ് അൽ ഉഖൈലി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു, കാന അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യറൗന ശൈഅൻ മിനൽ അഅമാലി തർക്കുഹു കുഫ്റുൻ ഗൈറ സ്വലാത്ത്. ഏതെങ്കിലും ഒരു കർമ്മം ചെയ്യാത്തതിന്റെ പേരിൽ കാഫറായി പോകുന്ന കാര്യം നമസ്കാരത്തിന്റെ കാര്യത്തിലല്ലാത്തൊരു വിഷയത്തിലും സ്വഹാബത്തിന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല എന്ന്. അഥവാ സ്വഹാബത്തിന്റെ ഇജ്മാ, ഏകോപിച്ച അഭിപ്രായമുണ്ട്, നമസ്കരിക്കാത്ത ഒരാൾ അയാൾ കാഫറാണ്, ഇസ്ലാമിൽ അയാൾക്ക് യാതൊരു വിഹിതവുമില്ല എന്ന്. ഇത്രയേറെ ഗൗരവമുള്ളതാണ് നമസ്കാരം. എന്നിട്ടും ഉദാസീനതയും അലസതയും മടിയും കാരണം ആ നമസ്കാരം ഉപേക്ഷിക്കുന്നവരുടെ കാര്യം എത്രമാത്രം ഗൗരവമായിരിക്കും. സഹോദരങ്ങളെ, നാം ശ്രദ്ധിക്കേണ്ടതാണ്, സൂക്ഷിക്കേണ്ടതാണ്. മരണങ്ങളെ സംബന്ധിച്ച് നിരന്തരം പത്രവാർത്തകളിലൂടെ നമ്മൾ കേൾക്കുമ്പോൾ പ്രായം ഒരു വ്യത്യാസമില്ല. അതേപോലെ തന്നെ അവരുടെ ആരോഗ്യവും സാമ്പത്തിക സ്ഥിതിയും ഒന്നും അവിടെ തടസ്സങ്ങളല്ല. മരണത്തോടുകൂടി ഈ ലോകത്ത് നിന്ന് നമ്മൾ വിട പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഹിസാബിന്റെ ലോകമാണ്, വിചാരണയുടെ ലോകമാണ്. അവിടെ അമലിന്, കർമ്മങ്ങൾക്ക് യാതൊരു ചാൻസുമില്ല. അതുകൊണ്ട് ആരോഗ്യമുള്ളപ്പോൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, യുവാക്കളായ നിരവധി ആളുകൾ അലംഭാവം കൊണ്ട്, അലസത കൊണ്ട്, ഉദാസീനമായി നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാതെ പോകുന്നത് കാണുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട, സൂക്ഷിക്കേണ്ട സംഗതിയാണ്. ഈമാൻ കിട്ടി മരിക്കുവാൻ കഴിയുകയില്ല എന്ന കാര്യം ഗൗരവത്തോടുകൂടി നാം തിരിച്ചറിയണം. നമസ്കാരം ഒഴിവാക്കുന്ന ആളുകളെ സംബന്ധിച്ച് അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മറ്റ് പല തിന്മകളിലേക്കും അത്തരം ആളുകളെ പിശാച് എളുപ്പത്തിൽ കൂട്ടിക്കൊണ്ടുപോകും. നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന പടച്ചറബുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദുആ, ദിക്റുകളിലൂടെ,
ഇബാദത്തുകളിലൂടെ റബ്ബുമായി ബന്ധപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് പിശാചിനെ അങ്ങനെ റാഞ്ചി കൊണ്ടുപോകുവാൻ സാധിക്കുകയില്ല. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, വൃത്തികേടുകളിൽ നിന്നും തിന്മകളിൽ നിന്നും നമസ്കാരം മനുഷ്യനെ തടഞ്ഞു നിർത്തുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ശരിയായ നമസ്കാരത്തിന്റെ രൂപത്തിലേക്ക് നമ്മുടെ നമസ്കാരം പരിവർത്തിപ്പിക്കപ്പെട്ടാൽ അതിന്റെ റൂഹും ആത്മാവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നിർവഹിക്കുവാൻ നമുക്ക് സാധിച്ചാൽ രണ്ടും വ്യത്യാസം നമുക്ക് മനസ്സിലാക്കുവാനും അനുഭവിക്കുവാനും സാധിക്കും. എന്നാൽ സഹോദരങ്ങളെ, സാധാരണ നമസ്കരിച്ചു വരുന്ന ആളുകൾ തന്നെ നമസ്കാരം ഉപേക്ഷിക്കുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. ദീനീ വിഷയങ്ങളിലെ അറിവില്ലായ്മ, അജ്ഞത കാരണം ആണ് പല ആളുകളും ആ നമസ്കാരത്തിന്റെ വിഷയത്തിൽ പല ചെറിയ ചെറിയ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് അതൊക്കെ പടച്ചറപ്പിന്റെ മുന്നിൽ പറയാൻ പറ്റിയ ഉദറുകളാണ് എന്ന രീതിയിൽ നമസ്കാരം ഒഴിവാക്കുന്ന രീതി നമ്മൾ കാണാറുണ്ട്. രോഗാവസ്ഥയിലാകുമ്പോൾ ഈ ലോകത്ത് വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഒക്കെ രോഗമുണ്ടാകും. രോഗാവസ്ഥയിൽ നമസ്കാരം കൃത്യമായി നിർവഹിച്ചു വന്ന ആളുകൾ പിന്നെ പറയാ, എനിക്ക് ശരീരം വൃത്തിയില്ല, അല്ലെങ്കിൽ ഞാൻ കുളിച്ചിട്ട് കുറെ ദിവസങ്ങളായി, ഈ രൂപത്തിൽ നമസ്കരിക്കാൻ നിങ്ങൾ പറഞ്ഞാൽ എനിക്കൊരു തൃപ്തി വരുന്നില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട്, അതല്ലെങ്കിൽ എഴുന്നേറ്റ് നിന്ന് കൈകെട്ടണ്ടേ, എനിക്ക് നിൽക്കാൻ പോലും പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ എക്സ്ക്യൂസുകൾ നിരത്തുമ്പോൾ നമ്മൾ വിചാരിക്കും ശരിയാണ്, അയാൾ ആരോഗ്യമുള്ളപ്പോ ഒക്കെ ചെയ്തതല്ലേ, ഇനി വേണ്ട എന്ന് അറിവില്ലായ്മയിൽ പല ആളുകളും ഫത്വയും കൊടുക്കും. അതേപോലെ തന്നെ ഒരു രോഗിയുടെ കൂടെ ആശുപത്രിയിൽ ഹോസ്പിറ്റലിൽ ബൈസ്റ്റാൻഡറായി നിൽക്കുന്ന, കൂട്ടിന് നിൽക്കുന്ന ആളുകളും അവിടെ എങ്ങനെ നിസ്കരിക്കാനാ, അവിടെ നിസ്കരിക്കാൻ പള്ളി അടുത്തില്ല, അല്ലെങ്കിൽ റൂമിലാണെങ്കിൽ വൃത്തിയില്ല, കുറെ വസ്വാസുകൾ അങ്ങനെ തോന്നാണ്. സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്വബോധമുണ്ടോ, നമുക്ക് കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ബുദ്ധി, അക്കൽ അല്ലാഹു നൽകിയത് നമ്മുടെ കൂടെയുണ്ടോ എങ്കിൽ നമുക്ക് സാധിക്കുന്നത് പോലെ നമസ്കരിച്ചിരിക്കണം. ഫത്തഖുല്ലാഹ മസ്തതഅതും, എഴുന്നേറ്റ് നിന്ന് നമസ്കരിച്ച് പരിപൂർണമായി നിങ്ങൾ നമസ്കരിച്ചു വന്നതുപോലെ നമസ്കരിക്കാൻ സാധിക്കാത്ത അവസ്ഥ നിങ്ങൾക്കുണ്ടാകാം. എന്നാൽ നമസ്കാരം അവിടെ ഒഴിവില്ല. അതുകൊണ്ട് നിന്ന് നമസ്കരിക്കാൻ സാധിച്ചില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇരുന്ന് നമസ്കരിക്കണം. സ്വല്ലി ഖായിമൻ ഫഇല്ലം തസ്തതിഅ ഫഖാഇദ, നിന്നാണ് നമസ്കരിക്കേണ്ടത് കഴിവിൻ പരമാവധി. ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വേഗം ഇരിക്കുന്ന രീതിയല്ല. നിന്ന് നമസ്കരിക്കാൻ കഴിയുന്ന ആളുകൾ ബോധപൂർവം അലസത കൊണ്ട്, മടി കൊണ്ട് ഇരുന്ന് നമസ്കരിച്ചാൽ നേർ പകുതി കൂലിയായി കുറയും എന്ന ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നിന്ന് നമസ്കരിക്കാൻ കഴിയില്ല, അപ്പൊ പിന്നെ നമസ്കാരം വേണ്ട എന്നാണോ? എങ്കിൽ ഫഇല്ലം തസ്തതിഅ ഫഖാഇദ, അപ്പൊ ഇരുന്ന് നമസ്കരിക്കണം. ഇനി ഇരിക്കാനും പറ്റുന്നില്ല, ഫഇല്ലം തസ്തതിഅ ഫഅലാ ജൻ, എങ്കിൽ അയാൾ കിടന്നുകൊണ്ട് നമസ്കരിക്കണമെന്ന്. അപ്പൊ കിടന്നുകൊണ്ടും അയാൾക്ക് ശരിയായ രീതിയിൽ സാധിക്കുന്നില്ല, കൈകളും കാലുകളും ഒന്നും ചലിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിലോ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് ഞാനിപ്പോൾ തക്ബീറത്തുൽ ഇഹ്റാമിലാണ് എന്ന രീതിയിൽ അല്ലാഹു അക്ബർ പറയാം. എന്നിട്ട് ഫാത്തിഹയും സൂറത്തും ഒക്കെ ഓതി റുക്കൂയിലേക്ക് പോകുന്നതോ കൈ അനക്കാനും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ കണ്ണുകൊണ്ട് ആ കണ്ണ് ഒന്ന് ചലിപ്പിച്ച് ഞാൻ റുക്കൂയിലാണ് എന്ന ഒരു നിയ്യത്തോടുകൂടി അവിടെ ചൊല്ലേണ്ട കാര്യങ്ങൾ അങ്ങനെ ചൊല്ലി ആ റുക്കൂ നിർവഹിച്ച് എത്തിയതാലും അതേപോലെ തന്നെ സുജൂദും ഒക്കെ കഴിവിൻ പടി അയാൾ നിർവഹിച്ചിരിക്കണമെന്നാണ്. ഫത്തഖുല്ലാഹ മസ്തതഅതു. അപ്പൊ പിന്നെ എവിടെയാണ് നമുക്ക് ഒഴിവ് പറയാനുള്ളത്? അതേപോലെ തന്നെ ചില രോഗങ്ങൾ ശരിയാണ്, നമുക്ക് തൃപ്തി വരാത്ത രീതിയിൽ അള്ളാഹു അത്തരം അസുഖങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മൂത്രവാർച്ച, അതേപോലെ തന്നെ ഒളുമുറിയും എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള പല കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മലവും മൂത്രവും ഒക്കെ നമ്മൾ അറിയാതെ പോകുന്നൊരവസ്ഥ, പരിസരത്തുള്ള ആളുകൾക്ക് പോലും ബുദ്ധിമുട്ടാകുമോ എന്ന് വേദനിക്കുന്ന, പള്ളിയിൽ വരാൻ പറ്റാത്ത ആളുകൾ പള്ളിയിൽ വന്നില്ലെങ്കിലും വീട്ടിൽ നമസ്കരിച്ചുകൂടെ? ഒളുമുറിയുന്ന ഗ്യാസ് ട്രബിൾ പോലെയുള്ള, മൂത്രവാർച്ച പോലെയുള്ള രോഗങ്ങളുണ്ടെങ്കിൽ, അതേപോലെ ചില സഹോദരിമാർക്ക് രോഗകാരണമായി ബ്ലീഡിംഗ് ഉണ്ടാകും, ഇസ്തിഹാലത്ത്, അവർക്ക് നമസ്കാരം വേണ്ട എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല, ഒരു കിതാബിലും അങ്ങനെയില്ല, ദീൻ പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് അവർ അതെല്ലാം ഭദ്രമായി കെട്ടി വൃത്തിയാക്കി വെച്ച് മറ്റു ഭാഗങ്ങളിലേക്ക് ആ അഴുക്കുകളും ബ്ലഡും പരക്കാത്ത രീതിയിൽ, മൂത്രമാണെങ്കിൽ മൂത്രവും ഒന്നും ഒലിച്ചിറങ്ങാത്ത രീതിയിൽ ഭദ്രമാക്കിയതിനു ശേഷം നമസ്കരിക്കണമെന്ന് തന്നെയാണ്. അപ്പോൾ ഇത്രയേ ശുദ്ധിയുള്ളൂ എങ്കിൽ, നിങ്ങൾ ശുദ്ധിയുള്ള സന്ദർഭങ്ങളിൽ പരിപൂർണമായി ശുദ്ധി വരുത്തിയ ആളുകളാണെങ്കിൽ ആ ശുദ്ധിയിൽ വരുന്ന വീഴ്ച നിങ്ങളുടെ കാരണം കൊണ്ടല്ല,
നിങ്ങൾക്ക് അത്രയേ കഴിയൂ എന്ന് പടച്ചവൻ അറിയാം. എന്നിട്ടും അള്ളാഹുവിന്റെ കൽപ്പനകൾ ശിരസാവഹിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പരിപൂർണമായി നമസ്കരിക്കുന്ന കൂലി തന്നെ നിങ്ങൾക്ക് തരും. അതിൽ നിങ്ങൾ വ്യസനിക്കേണ്ടതില്ല, വേദനിക്കേണ്ടതില്ല. പടച്ചറബിന്റെ നിയമശാസനകളെ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യണം. നമസ്കാരത്തിന്റെ വിഷയത്തിൽ യാതൊരു നീക്കുപോക്കുമില്ല. അങ്ങനെയുള്ള ആളുകൾ മരിച്ചു ചെന്നാലും ഒന്നാമത്തെ ചോദ്യം നമസ്കാരത്തെ സംബന്ധിച്ച് തന്നെയാണ്. അതേപോലെ ചില ആളുകൾക്ക് പറയാനുള്ള ഒരു എക്സ്ക്യൂസ്, ഒരു ഒഴിവ് പറയാറുള്ളത്, യാത്രയിലായിരുന്നു കുറെ ദിവസം, യാത്രാവേളയിൽ അവിടെയൊന്നും പരിസരത്ത് ഞാൻ താമസിച്ച റൂമിന്റെ അല്ലെങ്കിൽ ഹോട്ടലിന്റെ അടുക്കൽ പള്ളിയൊന്നും കണ്ടില്ല, അല്ലെങ്കിൽ അവിടെയൊന്നും പള്ളിയില്ല എന്ന് അങ്ങനെ തറപ്പിച്ചു പറയും. അതേപോലെ ഉളു ചെയ്യാൻ ഒരു സൗകര്യം അവിടെ ഉണ്ടായിരുന്നില്ല, നമസ്കരിക്കാൻ പറ്റിയ ഒരു സ്ഥലം, ഒരു വൃത്തിയുള്ള സ്ഥലം മനസ്സിന് തൃപ്തി അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ നമസ്കരിച്ചില്ല എന്ന് പറയുന്ന ആളുകൾ ദീൻ അറിയാത്തത് കൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജുഇലത് ലീ അൽ അർളു മസ്ജിദൻ വതഹൂറ, ഭൂമി, പടച്ചറബിന്റെ വിശാലമായ ഭൂമി, അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും എന്റെ ഉമ്മത്തിനും അള്ളാഹു നമസ്കരിക്കുവാനുള്ള സ്ഥലവും ശുദ്ധി വരുത്തുവാനുള്ള വസ്തുവുമാക്കി നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. വെള്ളമില്ല, പള്ളിയില്ല എന്ന് പറയാൻ ഇനി യാതൊരു ചാൻസുമില്ല. അപ്പോ വെള്ളം കിട്ടിയില്ലെങ്കിൽ ശുദ്ധമായ പ്രതലത്തിൽ കൈയടിച്ച് മുഖവും കയ്യും തടവിക്കഴിഞ്ഞാൽ തയമ്മും, അത് ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ വെള്ളമില്ല എന്നത് പിന്നെ ഒരു മുസ്ലിമിന്റെ അജണ്ടയിൽ നമസ്കാരം ഒഴിവാക്കുവാനുള്ളൊരു ന്യായമായി പറയാൻ പാടില്ല. ഭൂമി മുഴുക്കെ അള്ളാഹു എനിക്ക് തഹൂർ, ശുദ്ധി വരുത്തുവാനുള്ള വസ്തുവാക്കി നിശ്ചയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമസ്കരിക്കാൻ പള്ളി വേണമെന്നില്ല. ഭൂമി പ്രത്യക്ഷത്തിൽ നമ്മൾ അഴുക്കുകൾ, നജസുകൾ, മാലിന്യങ്ങൾ കാണാത്ത ഏതെല്ലാം സ്ഥലങ്ങളുണ്ട്. അവിടെ എവിടെയെങ്കിലും ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരു ടവലോ ഒരു തോർത്തുമുണ്ടോ ഒരു പേപ്പറോ ഒരു ഇലയോ ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ആ മണ്ണിൽ നിന്ന് നമുക്ക് നമസ്കരിക്കാം. അതുകൊണ്ട് എന്റെ ഉമ്മത്തിലെ ഏതൊരാൾക്കും നമസ്കാരത്തിന്റെ സമയം ആസന്നമായി കഴിഞ്ഞാൽ അയാൾ നമസ്കരിച്ചു കൊള്ളട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വെള്ളമില്ല, പള്ളിയില്ല എന്നൊന്നും ന്യായം പറയാൻ നമുക്ക് അവകാശമില്ല. അതേപോലെ തന്നെ പലപ്പോഴും പറയും, സമയം വളരെ തിരക്ക് പിടിച്ചതായിരുന്നു, എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനുണ്ടായിരുന്നു, അവിടെ വെള്ളമില്ല, പള്ളി അന്വേഷിച്ച് നടന്നാൽ എന്റെ കാര്യങ്ങൾ നടക്കുകയില്ല. ഇതൊന്നും ഒരു തടസ്സമല്ല. വെള്ളമില്ലെങ്കിൽ തയമ്മും ചെയ്യണമെന്ന് ഖുർആൻ 2 ആയത്തുകളിലൂടെ ഒരേ രീതിയിൽ പഠിപ്പിക്കുകയാണ്. വഇൻ കുൻതും മർളാ ഔ അലാ സഫരിൻ, നിങ്ങൾ രോഗികളായി അല്ലെങ്കിൽ നിങ്ങൾ യാത്രക്കാരായി, യാത്രാവേളയിലായി, ഔ ജാഅ അഹദും മിൻകും മിനൽ ഗായിദ്, അല്ലെങ്കിൽ മലമൂത്ര വിസർജനം കഴിഞ്ഞ് നിങ്ങളിൽ ഒരാൾ കടന്നു വന്നു, ഔ ലാമസ്തുമുൻ നിസാ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹു ഹലാലാക്കിയ നിങ്ങളുടെ ഇണകളുമായി നിങ്ങൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ഇങ്ങനെ ശുദ്ധി വരുത്തേണ്ട ഘട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ ഫലം തജിദൂ മാആ, വെള്ളം നോക്കുമ്പോൾ വെള്ളമില്ല, കുളിക്കാൻ വുളു എടുക്കാനൊന്നും വെള്ളമില്ലെങ്കിൽ ഫതയമ്മമു സ്വഈദൻ ത്വയ്യിബ, ശുദ്ധമായ പ്രതലം ഭൂമിയിൽ നിങ്ങൾ അന്വേഷിക്കുക. അപ്പൊ മണ്ണ് തന്നെ വേണമെന്നില്ല, പൊടിമണ്ണ് അന്വേഷിച്ച് മണ്ണ് കിട്ടേണ്ട തയമ്മും ചെയ്യാൻ. വെള്ളത്തിനേക്കാൾ വലിയ റിസ്കായി തയമ്മും ചെയ്യാൻ മണ്ണില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഖുർആൻ പറഞ്ഞ സ്വഈദ് എന്നത് ഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന ശുദ്ധമായ എന്തും അതിന് പറ്റും. വെള്ളമുണ്ടായാൽ ഒന്നു ചെയ്യണം, വെള്ളമില്ല, മണ്ണാണെങ്കിൽ നല്ലത്. മണ്ണില്ലെങ്കിലോ, അങ്ങനെ നമ്മൾ കരുതിയ മണ്ണ് നമ്മുടെ കയ്യിലില്ല, അല്ലെങ്കിൽ അത് കിട്ടിയില്ല എങ്കിൽ ഏത് സ്ഥലത്തും ചുമരിലോ മരത്തിലോ എവിടെയും നമുക്ക് കൈയടിച്ച് നിങ്ങളുടെ മുഖം ഒന്ന് തടവണം. ആ കൈകൊണ്ട് തന്നെ കൈപ്പത്തിയും മുൻകൈയും നിങ്ങൾ തടവണം. സൂറത്ത് നിസായിലെ 43-ാമത്തെ ആയത്തിലും സൂറത്ത് മാഇദയിലെ 6-ാമത്തെ ആയത്തിലും ഒരേ രീതിയിൽ അള്ളാഹു ആവർത്തിച്ചു പറഞ്ഞതാണ്. അപ്പൊ ദീനിന്റെ കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ, പ്രയോഗവൽക്കരിക്കാൻ ശ്രദ്ധിച്ചാൽ എത്ര സിമ്പിളാണ്. ഖുർആൻ തന്നെ പറഞ്ഞതുപോലെ വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, ദീൻ അനുസരിച്ച് ജീവിക്കുവാൻ നിങ്ങൾ തയ്യാറാകുകയാണെങ്കിൽ അള്ളാഹു ഒരു ഞെരുക്കവും പ്രയാസവും ഒരു ഇടങ്ങേറും ദീനിന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടില്ല എന്നാണ്. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ, അള്ളാഹു എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങളെ ഞെരുക്കാൻ, ബുദ്ധിമുട്ടിക്കുവാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. ഏത് വിഷയത്തിലും, നമസ്കാരത്തിന്റെയും നോമ്പിന്റെയും എല്ലാ കാര്യത്തിലുമൊക്കെ ഇസ്ലാം പല ഇളവുകളും നമുക്ക് വകവെച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമയക്കുറവ്, യാത്രയിലെ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കണ്ടറിഞ്ഞുകൊണ്ട് പടച്ചിറപ്പ് നമുക്ക് നൽകിയിട്ടുള്ള മറ്റൊരു സംഗതിയാണ് ജംഉം ഖസ്റും. എല്ലാം കഴിഞ്ഞിട്ട് ഖളാ വീട്ടുക എന്നൊരു പരിപാടി ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല.
രാവിലെ സുബഹി നിസ്കരിക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെ പല കാര്യങ്ങളിലേക്കും ഇറങ്ങി. പ്രത്യേകിച്ച് സ്ത്രീകൾ, അവര് വീട്ടിൽ ഏതെങ്കിലും ഗസ്റ്റുകൾ വന്നാൽ, അതല്ലെങ്കിൽ വല്ല ഫംഗ്ഷനും വീട്ടിലുണ്ടെങ്കിൽ 1, 2, 3 ദിവസങ്ങളിലേക്ക് നമസ്കാരമില്ല. പിന്നെ എല്ലാം കഴിഞ്ഞ് റാഹത്തായി ആ നമസ്കാരം അങ്ങ് ഖളാ വീട്ടുന്ന രീതി. അവരെങ്ങനെ ഇരുന്ന് നമസ്കരിക്കുന്നുണ്ടാകും. എല്ലാം കഴിഞ്ഞ് രാത്രി നമസ്കരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ നമസ്കാരം ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, സമയബന്ധിതമായി അല്ലാഹ് നമുക്ക് നിർബന്ധമാക്കിയ സംഗതിയാണ്. സ്ത്രീകൾ പ്രത്യേകിച്ചൊന്ന് മനസ്സ് വെച്ചാൽ അവരുടെ ജോലികൾക്കിടയിൽ ളുഹറിന്റെ ബാങ്ക് കൊടുത്താൽ ആ പണി തൽക്കാലത്തേക്ക് അവിടെ നീക്കി വെച്ചുകൊണ്ട് അവർക്ക് പോയി ളുഹർ നമസ്കരിക്കാം. അസറിന്റെ സമയമായിട്ടും തീർന്നിട്ടില്ലെങ്കിൽ അസർ നമസ്കരിക്കാം. ഞാൻ കുളിച്ചിട്ടില്ലല്ലോ, പണി കുറച്ച് ബാക്കിയാണല്ലോ എന്നൊന്നും പറയേണ്ടതില്ല. ആ നമസ്കാരം അകാരണമായി പിന്തിപ്പിക്കേണ്ടതില്ല. നിങ്ങളുടെ വിയർപ്പ് നജസല്ല. നിങ്ങൾക്ക് കുളി നിർബന്ധമല്ലാത്ത ഏത് കാര്യങ്ങൾ നിങ്ങളിലുണ്ടെങ്കിലും നിങ്ങൾക്ക് കയ്യും കാലും ഒക്കെ കഴുകി വുളു ചെയ്ത് നമസ്കരിക്കാൻ സാധിക്കുന്ന സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ന്യായവും പറഞ്ഞുകൊണ്ട് നമസ്കാരം നീട്ടിവെക്കുവാനോ ഉപേക്ഷിക്കുവാനോ നിൽക്കരുത് എന്നത് ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തമായ നിലപാടായി നമ്മൾ സ്വീകരിക്കണം. എങ്കിൽ പടച്ചറബിന്റെ ഖൈറും ബറക്കത്തും നമ്മൾ തേടിയെത്തും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ജംഉം ഖസറും അതാണ് ഇസ്ലാം പറഞ്ഞത്. അല്ലാതെ എല്ലാം കൂടി ഒഴിവ് കിട്ടുമ്പോൾ നമസ്കരിച്ച് തീർക്കുന്ന ഒരു ഖളാ വീട്ടലല്ല. ഓരോ സമയത്തും നിർണയിച്ചു തന്ന നമസ്കാരങ്ങൾ ആ സമയങ്ങളിൽ തന്നെ നിർവഹിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ ഖസർ ജംഅ് എന്ന് പറയുന്നത് അള്ളാഹ് അനുവദിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നമുക്ക് കാണാം, 2 നമസ്കാരങ്ങൾ ഒരു നമസ്കാരത്തിന്റെ സമയത്താക്കി നിർവഹിക്കലാണ് ജംഅ്. ജംഅ് എന്ന് പറഞ്ഞാൽ കൂട്ടി യോജിപ്പിക്കുക എന്നാണ്. അപ്പോ ളുഹറും അസറും നമുക്ക് നമസ്കരിക്കാനുണ്ട്. നമുക്ക് പല ജോലി തിരക്കും അല്ലെങ്കിൽ യാത്ര അല്ലെങ്കിൽ വേറെ പല ബുദ്ധിമുട്ടുകളും അസുഖങ്ങളും ഒക്കെയാണ് എങ്കിൽ നമുക്ക് ജംആക്കാം. ളുഹർ നമസ്കാരം അസറിന്റെ സമയത്തേക്ക് പിന്തിപ്പിക്കാം, അല്ലെങ്കിൽ അസർ നമസ്കാരം ളുഹറിന്റെ സമയത്തേക്ക് മുന്തിപ്പിക്കാം. ളുഹറിന്റെ കൂടെ അസർ കൂടി നമസ്കരിക്കുകയാണെങ്കിൽ അസറിനെ മുന്തിപ്പിച്ച് നമസ്കരിച്ചാൽ ജംഉ തഖ്ദീം, അസറിനെ മുന്തിപ്പിച്ച് നമസ്കരിച്ചത് കൊണ്ട് ജംഉ തഖ്ദീം എന്നാണ് അതിനെ പറയാം. അല്ലെങ്കിൽ അസറിന്റെ സമയത്തേക്ക് നമുക്ക് ളുഹറിനെ പിന്തിപ്പിക്കാം, അതിന് ജംഉ തഅഖീർ, നമ്മൾ സമയം വൈകിപ്പിച്ച് നമസ്കരിക്കുന്നത് കൊണ്ട് ജംഉ തഅഖീർ. ഇത് രണ്ടും ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുണ്ട്. അപ്പൊ ളുഹറും അസറും ളുഹറിന്റെ സമയത്തോ അല്ലെങ്കിൽ അസറിന്റെ സമയത്തേക്കോ ഏതെങ്കിലും ഒരു സമയത്തേക്ക് നമ്മൾ യോജിപ്പിച്ച് നമസ്കരിക്കുന്നു. അതുപോലെ മഗ്രിബും ഇശാഉം, ഒന്നെങ്കിൽ മഗ്രിബിന്റെ സമയത്ത് മഗ്രിബും ശേഷം ഇശാഉം നമുക്ക് നമസ്കരിക്കാം, അല്ലെങ്കിൽ ഇശാഇന്റെ സമയത്തേക്ക് പിന്തിപ്പിച്ച് ആദ്യം മഗ്രിബ് നമസ്കരിച്ച് പിന്നെ ഇശാ നമസ്കരിക്കാം. ഇതിനാണ് ജംഅ് എന്ന് പറയാം. അത് യാത്രക്കാർക്ക് മാത്രമുള്ളതല്ല, മറിച്ച് അത്യാവശ്യമുള്ള ഘട്ടങ്ങളിൽ എല്ലാവർക്കും നാട്ടിൽ താമസിക്കുമ്പോൾ തന്നെ നമുക്കത് ചെയ്യാവുന്നതാണ്. യാത്രയിലായതുകൊണ്ട് പ്രത്യേകിച്ച് തിരക്കോ ബുദ്ധിമുട്ടുകളോ ഇല്ല, എന്നാലും ഞാൻ ജംആക്കണം കാരണം യാത്രക്കാരനാണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ടതില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി ജംഅ്. ഇല്ലെങ്കിൽ സമയാസമയത്ത് അവർ നമസ്കരിക്കുകയാണ് ചെയ്യേണ്ടത്. ഖസർ എന്നതാണ് രണ്ടാമത്തെ കാര്യം. ഖസർ എന്ന് പറഞ്ഞാൽ ചുരുക്കി നമസ്കരിക്കലാണ്. അഥവാ 4 റക്അത്തുള്ള നമസ്കാരം 2 റക്അത്തായി ചുരുക്കി നമസ്കരിക്കലാണ് ഖസർ എന്ന് പറഞ്ഞാൽ. അത് യാത്രക്കാർക്ക് മാത്രമുള്ള ഒരു ആനുകൂല്യമാണ്. അതേപോലെ തന്നെ ഹജ്ജിന്റെ സന്ദർഭങ്ങളിൽ നമുക്കറിയാം, മിനയിലും മുസ്ദലിഫയിലും അറഫയിലും ഒക്കെ ഇബാദത്തുകൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇഹ്റാം കെട്ടി അവിടെ കടിച്ചുകൂട്ടുന്നത്, എല്ലാം ഒഴിവാക്കി നിൽക്കാൻ. പക്ഷെ അള്ളാഹ് പഠിപ്പിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക, ഓരോ 4 റക്അത്തുള്ള നമസ്കാരവും അതാത് നമസ്കാരത്തിന്റെ സമയത്ത് 2 റക്അത്തായി നമസ്കരിക്കലാണ്. അപ്പോ അങ്ങനെ ചുരുക്കി നമസ്കരിക്കണം. രോഗിയാണെങ്കിൽ വീട്ടിലാണ് ആ രോഗി കിടക്കുന്നത്, അവശതയും ക്ഷീണവും ബുദ്ധിമുട്ടൊക്കെയുണ്ട്, അയാൾക്ക് വേണമെങ്കിൽ ജംആക്കാം. പക്ഷേ എന്താക്കാൻ പറ്റൂല, ഖസർ അയാൾക്ക് പറ്റുന്നതല്ല. കാരണം അൽ ജംഉ ലിൽ ഹാജത്തി ഇസ്ലാമിലെ ഒരു പൊതു തത്വമാണ്. ജംഅ് ചെയ്യുക ഇത് നമ്മുടെ അത്യാവശ്യങ്ങൾക്ക് ചെയ്യുവാൻ പറ്റിയ സംഗതിയാണ്. വൽ ഖസറു ഫിസ് സഫർ, എന്നാൽ ഖസറാക്കി ചുരുക്കി നമസ്കരിക്കൽ യാത്രയിൽ മാത്രമുള്ള നിയമമാണ്. എന്നാൽ എത്ര കിലോമീറ്റർ ദൂരമുള്ള യാത്രയായിരിക്കണം? പല ആളുകൾക്കും ഒരു സംശയം ഉണ്ടാകും. പക്ഷേ അള്ളാഹുവോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ ഇത്ര ദൂരം എന്ന് നിർണയിച്ച് പറഞ്ഞു തന്നിട്ടില്ല. അഥവാ ശർഇൽ മതപരമായി യാത്ര എന്ന് പറയണമെങ്കിൽ സഫർ എന്ന് പറഞ്ഞാൽ ഇത്ര കിലോമീറ്റർ ഉണ്ടാകണം എന്ന് ഖുർആനിലൂടെ ഹദീസുകളിലൂടെ ഒന്നും വിശദീകരിക്കപ്പെട്ടിട്ടില്ല.
ഭാഷയിലും അങ്ങനെ യാത്ര എന്ന് പറഞ്ഞാൽ, സഫർ എന്ന് പറഞ്ഞാൽ ഇത്ര കിലോമീറ്റർ ഉണ്ടാകണം എന്നൊരു ദൂരപരിധിയില്ല. അപ്പൊ പിന്നെ പണ്ഡിതന്മാർ പറഞ്ഞൊരു രീതി, അള്ളാഹുവിന്റെ ഖുർആനിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലോ ഒരു കാര്യം വന്നാൽ അതിന്റെ വിശദീകരണങ്ങൾ, വിശദാംശങ്ങൾ ആ ഖുർആനിലും ഹദീസിലും പറഞ്ഞിട്ടുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അവിടെ അങ്ങനെ അതിന്റെ ഒരു കൃത്യമായ ദൂരപരിധി പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നോക്കേണ്ടത് ഖുർആനും സുന്നത്തുമുള്ള അറബി ഭാഷയിലെ പ്രയോഗമാണ്. ഭാഷയിലും യാത്ര എന്ന് പറയണമെങ്കിൽ ഇത്ര കിലോമീറ്റർ വേണം എന്ന് നിർണയിച്ച് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വസ്വഹീഹു അന്നഹു ലാ ഹദ്ദ ലിസ്സഫരി ബിൽ മസാഫ, ഇത്ര ദൂരം എന്ന് നിർണയിച്ച് പറയാൻ ജംഅ അല്ലെങ്കിൽ ഖസർ, ജംഅ അല്ല, ജംഅ നമ്മൾ പറഞ്ഞു യാത്ര അല്ലാത്തവർക്കും പറ്റും. ഖസർ നമുക്ക് പറ്റണമെങ്കിൽ ഇത്ര കിലോമീറ്റർ വേണം എന്ന് നിർണയിച്ച് പറയാൻ തെളിവുകളില്ല എന്നതാണ് ശരിയായ അഭിപ്രായം. വഇന്നമാ യുർജഉ ഫീ ദാലിക ഇലൽ ഉർഫ്, പിന്നെ അവിടെയുള്ളത് അപ്പൊ ശരീഅത്തിന്റെ വിശദീകരണങ്ങളില്ല, ഭാഷാപരമായ നിയമങ്ങൾ സാധൂകരിക്കുന്ന വിശദീകരണങ്ങളില്ല. പിന്നെ നാട്ടുനടപ്പനുസരിച്ച്, ഉറുഫ് അനുസരിച്ച് നമ്മളൊരു യാത്ര പോയി എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ആലുവക്ക് പോയാൽ അല്ലെങ്കിൽ തൊട്ടടുത്ത ഏതെങ്കിലും ഒരു പ്രദേശത്തേക്ക് ഒരു 10-15 കിലോമീറ്റർ പോയാൽ ഞാനൊരു യാത്ര പോയി എന്ന് നമ്മൾ പറയാറില്ലല്ലോ സാധാരണ രീതിയിൽ. അപ്പോൾ ഒരു യാത്രയുടെ ഇളവും ആനുകൂല്യവും നമുക്ക് എടുക്കുവാൻ പറ്റുന്ന ഒരു യാത്രയുടേതായ കഷ്ടതയും ബുദ്ധിമുട്ടുമുള്ള ആ ഒരു ദൂരം, അതിന് 60-80 എന്നിങ്ങനെ പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ടെങ്കിലും ആ കിലോമീറ്ററുകൾ നിർണയിച്ചിട്ടില്ല എന്നത് ഇസ്ലാമിന്റെ ഒരു മഹത്വമായി നമുക്ക് കാണാൻ കഴിയും. കാരണം ഒരു കാലത്ത് 60 കിലോമീറ്റർ 80 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഭാരിച്ച ഒരു യാത്രയും ദുരിതവുമായിരുന്നു. പക്ഷെ ഇന്നൊരു 100 കിലോമീറ്റർ എന്ന് പറഞ്ഞാലും നല്ല വാഹനങ്ങളും നല്ല സൗകര്യങ്ങളുമുള്ള ഓരോ രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊരു 10 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഉണ്ടാകുന്ന ദുരിതം പോലുമില്ല അവർക്ക് 100, 200, 500 ഒക്കെ കിലോമീറ്ററുകൾ താണ്ടാൻ. കാരണം അത്രക്ക് സൗകര്യങ്ങളുണ്ട്. അപ്പോ ദൂരപരിധി അള്ളാഹുവോ റസൂലോ പഠിപ്പിച്ചിട്ടില്ല, നിർണയിച്ചിട്ടില്ല. അതുകൊണ്ട് യാത്ര എന്ന് പറയാവുന്ന നമ്മുടെ മനസ്സാക്ഷി അംഗീകരിക്കുന്ന ഒരു ദൂരമുണ്ടെങ്കിൽ, ഒരു പ്രയാസം നിറഞ്ഞൊരു യാത്രയുണ്ടെങ്കിൽ അവിടെ കിലോമീറ്ററുകളെക്കാൾ ഉപരി നമ്മൾ ആ യാത്രയുടെ ആനുകൂല്യങ്ങൾ എടുക്കാൻ അർഹനാണ് എന്ന് നമുക്ക് തന്നെ തോന്നുന്നുണ്ട് എങ്കിൽ അവിടെ കസറാക്കാം എന്നല്ല, കസറാക്കണം. അതാണ് സുന്നത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി അതാണ്. അതിലാണ് പുണ്യം. 4 റക്അത്തുള്ള ളുഹർ നമസ്കാരം ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ആൾ അല്ലെങ്കിൽ കോഴിക്കോട്ടോ കണ്ണൂരിലേക്കോ പോകുന്ന ആൾ ളുഹറിന്റെ സമയത്ത് 4 റക്അത്ത് പൂർത്തീകരിച്ച് നമസ്കരിച്ച് വലിയ ഭക്തിയിലൂടെ പുണ്യം നേടാൻ സാധിക്കുമെന്ന് കരുതേണ്ടതില്ല. അവിടെ 2 റക്അത്ത് നമസ്കരിക്കില്ല പുണ്യം. എന്താണ് അങ്ങനെ പറയാൻ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ദീൻ നമുക്ക് പഠിപ്പിച്ചു തരേണ്ടത്. ദീൻ നമ്മൾ അറിയേണ്ടതും പഠിക്കേണ്ടതും ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ നിന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ യാത്രയിലും 4 റക്അത്തുള്ള നമസ്കാരം പൂർത്തിയാക്കി 4 റക്അത്തായി നമസ്കരിച്ചിട്ടില്ല. മറിച്ച് ആ 4 റക്അത്തുള്ള നമസ്കാരം യാത്രയിൽ 2 റക്അത്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിട്ടുള്ളൂ. സ്വഹീഹുൽ ബുഖാരിയിൽ സ്വഹീഹ് മുസ്ലിമിലൊക്കെ സ്ഥിരപ്പെട്ടു വന്ന നിരവധി ഹദീസുകളുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഇന്നി സ്വഹിബ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സഫർ, ഞാൻ പ്രവാചക തിരുമേനിയോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യാത്രയിൽ പോയിട്ടുണ്ട്. ഫലം യസിദ് അലാ റകഅതൈനി ഹത്താ ഖബലഹുല്ലാഹ്, അല്ലാഹു പ്രവാചക തിരുമേനിയെ തിരിച്ചു വിളിക്കുന്നത് വരെ അഥവാ ഈ ലോകത്ത് നിന്ന് വഫാത്താകുന്നത് വരെയും ആ 4 റക്അത്തുള്ള നമസ്കാരങ്ങൾ യാത്രയിൽ 2 റക്അത്തേ നമസ്കരിച്ച് ഞാൻ കണ്ടിട്ടുള്ളൂ. വസ്വഹിബ്തു അബൂബക്കർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ പിന്നെ ഈ ഉമ്മത്തിൽ ഏറ്റവും ആദരണീയനും ഏറ്റവും അനുകരണീയനുമായ വ്യക്തിത്വമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കറിന്റെ കൂടെയും എനിക്ക് യാത്ര ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഫലം യസിദ് അലാ റകഅതൈനി ഹത്താ ഖബലഹുല്ലാഹ്, അള്ളാഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ മരിപ്പിച്ച് ഈ ലോകത്ത് നിന്ന് തിരിച്ചു വിളിക്കുന്നത് വരെയും അദ്ദേഹത്തിന്റെ യാത്രയിലും 2 റക്അത്തല്ലാത്ത നമസ്കാരം ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. വസ്വഹിബ്തു ഉമർ, എന്റെ വാപ്പ ഉമറിന്റെ കൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അദ്ദേഹവും ഫലം യസിദ് അലാ റകഅതൈനി ഹത്താ ഖബലഹുല്ലാഹ്, അള്ളാഹു അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുന്നത് വരെ അഥവാ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്നത് വരെ അദ്ദേഹവും യാത്രയിൽ 2 റക്അത്തല്ലാതെ 4 റക്അത്തുള്ള നമസ്കാരങ്ങൾ 4 പൂർത്തീകരിച്ച് നമസ്കരിച്ചിട്ടില്ല. സുമ്മ സ്വഹിബ്തു ഉസ്മാൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാനിന്റെ കൂടെയും ഞാൻ യാത്ര പോകുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഫലം യസിദ് അലാ റകഅതൈനി ഹത്താ ഖബലഹുല്ലാഹ്, അദ്ദേഹവും അങ്ങനെ തന്നെയാണ് 2 റക്അത്ത് നമസ്കരിച്ചിട്ടുള്ളൂ എന്ന്. അപ്പൊ ഇസ്ലാമിക സമൂഹത്തിൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന
വ്യക്തികളായി അള്ളാഹുവിനെ ഏറ്റവും ഭക്തിയുള്ള, അള്ളാഹുവിന്റെ നിയമങ്ങൾ ഏറ്റവും കൂടുതൽ ഭക്തിയോടെ സൂക്ഷ്മതയോടെ അനുകരിക്കുന്ന ഇവരൊക്കെ അങ്ങനെയാണ് നമസ്കരിച്ചത്. അതുകൊണ്ട് നമസ്കാരം എടങ്ങേറായും ബുദ്ധിമുട്ടിയും നമസ്കരിക്കലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക നമ്മൾ പഠിച്ച് മനസ്സിലാക്കി അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ അലസത കൊണ്ട്, ഉദാസീനത കൊണ്ട് നമസ്കാരം ഒഴിവാക്കുന്ന, അവഗണിക്കുന്ന ചില അവസ്ഥകളാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് സ്വാഭാവികമായും ഉണ്ടാകുന്ന മാസമുറ, മെൻസസ് പോലെയുള്ള സന്ദർഭങ്ങളിൽ അവർക്ക് നമസ്കാരം പാടില്ല, ഒഴിവാക്കണം. പക്ഷെ എന്നാൽ ശുദ്ധിയായ ശേഷം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ വല്ലാത്ത മടിയായിരിക്കും. ഫറലായ നോമ്പ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ നോമ്പ് നോറ്റുവീട്ടാൻ ഉത്സാഹമുള്ള സ്ത്രീകളുണ്ട്. പക്ഷെ ചിലരെങ്കിലും അലംഭാവവും മടിയും കാണിച്ച് അതങ്ങനെ അക്കൗണ്ടിൽ ബാധ്യതയായി കിടക്കുന്ന ആളുകൾ. അതേപോലെ ശുദ്ധിയായി കഴിഞ്ഞാൽ ഏറ്റവും തൊട്ടടുത്ത സമയം മുതൽ ആ നമസ്കാരത്തിന്റെ ഏത് നമസ്കാരത്തിന്റെ സമയത്തിലാണോ അവർ ശുദ്ധിയാകുന്നത് ആ നമസ്കാരം മുതൽ നമസ്കരിച്ച് തുടങ്ങണം എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. പിന്നെ പറഞ്ഞത് ആ ളുഹറിന്റെ നമസ്കാരം നിസ്കരിച്ചിട്ടില്ല, അസറിന്റെ നമസ്കാരത്തിന്റെ സമയത്താണ് ഒരു സ്ത്രീ ശുദ്ധിയായത് എങ്കിൽ ളുഹർ കൂടി അവൾ നമസ്കരിക്കണോ? സൂക്ഷ്മതയുടെ ഭാഗമായി പല പണ്ഡിതന്മാരും പറഞ്ഞത് ളുഹറിന്റെ സമയം അസറുമായി ജംആക്കി നമസ്കരിക്കാനുള്ള പരിധിയിലേക്ക് അങ്ങ് നീണ്ടു കിടക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് അവൾ ളുഹറും അസറും കൂടി നമസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ തന്നെ അസർ നമസ്കരിക്കാതിരിക്കാൻ യാതൊരു ന്യായവുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ പരലോകത്തിൽ ഒന്നാമത്തെ ചോദ്യമായി വരുന്ന നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു ഗൗരവവും പ്രാധാന്യവും ആദരവും നമ്മൾ കൽപ്പിച്ചു കണ്ടാൽ നമ്മുടെ മക്കളും ഇൻഷാ അല്ലാഹ് ആ രീതിയിലേക്ക് വരും. നേരെ മറിച്ച് നമ്മൾ അതിനൊരു സീരിയസ്നെസ്, ഒരു ഗൗരവം കൽപ്പിക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായും മക്കൾ തലതിരിഞ്ഞു പോയി അവർ നമസ്കരിക്കാൻ പറഞ്ഞാലും നമസ്കരിക്കുന്നില്ല എന്ന് പിന്നീട് പരിതപിച്ചിട്ട് കാര്യമില്ല. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച സൂറത്ത് മറിയമിലെ 59-60 ആയത്തുകളിലൂടെ അള്ളാഹ് പഠിപ്പിച്ചതുപോലെ ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, അള്ളാഹുവിന്റെ സച്ചരിതരായ നല്ല മഹാന്മാരായ അമ്പിയാക്കന്മാർ, പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ അള്ളാഹു പറഞ്ഞതിന് ശേഷം അള്ളാഹ് വിശദീകരിക്കുകയാണ്. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, ആ നല്ലവരായ ആളുകൾക്ക് ശേഷം കുറെ പിൻഗാമികൾ, അവരുടെ പിന്തുടർച്ചക്കാരായി ചില ആളുകൾ വന്നു. അല്ലാഹു സ്വലാത്ത്, അവരുടെ ഒന്നാമത്തെ അപരാധം, അവരുടെ ഒന്നാമത്തെ വീഴ്ച, നമസ്കാരത്തെ അവർ പാഴാക്കുന്നവരാണ്, വീഴ്ച വരുത്തുന്ന ആളുകളാണ്. വത്തബഉ ശഹവാത്ത്, ദേഹേച്ഛകൾക്ക് പിന്നാലെ പോകുന്നവരാണ് അവർ. ഫസൗഫ യൽഖൗന ഗയ്യ, നരകത്തിന്റെ ഒരു പ്രത്യേക ചെരു അവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അവർ ആ നരകത്തിൽ കടക്കേണ്ടി വരും എന്നാണ് ഖുർആൻ നൽകിയ താക്കീത്. എന്നിട്ട് ഇല്ലാ മൻ താബ വആമന വഅമില സ്വാലിഹൻ ഫഉലൈക യദ്ഖുലൂനൽ ജന്നത വലാ യുദ്ലമൂന ശൈആ. നമസ്കാരം ബോധമുണ്ടായിട്ടും തിരിച്ചറിവെത്തിയിട്ടും നമസ്കരിക്കാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് പണ്ഡിതന്മാർ തെളിവ് പറഞ്ഞ കൂട്ടത്തിലുള്ള ഒരു തെളിവാണ് ഈ ആയത്ത്. നമസ്കാരം ഒഴിവാക്കിയ ആളുകളെ സംബന്ധിച്ച് അല്ലാഹ് പിന്നെന്ത് പറഞ്ഞു? ഇല്ലാ മൻ താബ, പിന്നീട് ആരെങ്കിലും പശ്ചാത്തപിച്ച് കുറ്റബോധത്താൽ പടച്ചവനോട് തൗബ ചെയ്ത് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ, വആമന, അയാൾ വിശ്വാസം പുതുക്കുകയും ചെയ്താൽ എന്ന് പറഞ്ഞാൽ അയാൾ ഈമാനിൽ നിന്ന് പുറത്തുപോയി, അയാൾ മുഅ്മിനായി മുസ്ലിമായി തിരിച്ചു വന്നാൽ, വഅമില സ്വാലിഹ, പിന്നീട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ, ഫഉലൈക യദ്ഖുലൂനൽ ജന്ന, അവർക്ക് സ്വർഗത്തിൽ അള്ളാഹു അവരെ പ്രവേശിപ്പിക്കും. വലാ യുദ്ലമൂന ശൈആ, തരിമ്പും അവരോട് അനീതി കാണിക്കപ്പെടുകയില്ല എന്നാണ്. അപ്പൊ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുവാൻ മാത്രം ഗൗരവതരമായ സംഗതിയാണ് നമസ്കാരം ഉപേക്ഷിക്കുക എന്നത്. അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് കൃത്യമായി നമസ്കരിക്കുന്നവരായി നമ്മൾ മാറണം. നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. പ്രവാചകന്മാർ പ്രാർത്ഥിച്ചതുപോലെ, റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയത്തി, എന്നെയും എന്റെ മക്കളെയും പടച്ചവനെ നമസ്കാരം കൃത്യമായി നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ളവർ പ്രാർത്ഥിച്ചത് നമുക്ക് മാതൃകയാണ്. സർവശക്തനായ അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ദീനി നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളായി മുത്തഖീങ്ങളായി ജീവിച്ച് മരിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.